ഹായ് ഹലോ വെൽക്കം ടു മാളു സ്പീക്കിംഗ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ മെറ്റേണിറ്റി ഷൂട്ട് എടുക്കുന്ന ഒരു വ്ളോഗാണ്. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ പ്രഗ്നൻ്റ് ആയി 8 months ആയി. അപ്പോൾ മെറ്റേണിറ്റി ഷൂട്ട് എടുക്കാനായിട്ട് ബീച്ച് സൈഡിൽ പോകണം. അപ്പോൾ ഞാനൊന്ന് ഒരു മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എന്ത് പറയാനാണ്, ആദ്യമായിട്ടാണ് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ടൈഡ് ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യുന്നത്. അല്ലാതെ സാധാരണ എപ്പോഴും ലൂസ് ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വ്ളോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത ശേഷം വീഡിയോ മുന്നോട്ട് കാണാൻ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അവൈലബിൾ ആകുന്നതായിരിക്കും. അപ്പം നമുക്കിനി കൊച്ചിൻ്റെ അച്ഛനെ കാണാം. കൊച്ചിൻ്റെ അച്ഛൻ എന്ത് പറയാനുണ്ട്? ഹാപ്പിയാണോ? ഭയങ്കര ഹാപ്പിയാണ്. കൊച്ച് ഹാപ്പിയാണ്. രാവിലെ ഒരു 5:30-6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഏട്ടൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും, ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും കടലക്കറിയായിരുന്നു കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞാനും ഫ്രഷ് ആയതിനു ശേഷം എനിക്ക് പുറത്തായിരുന്നു എനിക്ക് ഒരുങ്ങാനായിട്ട് പോകേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് റെഡി ആവാൻ പോയി. അങ്ങനെ ഞാനിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഫേസിൽ ഞാനൊന്നും ചെയ്തില്ല, അവിടെ പോയി തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനെ അവിടെ നിന്ന് റെഡിയാവുമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ അത്രയും നേരം മേക്കപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് വയറൊഴിഞ്ഞ് കിടക്കാൻ പാടില്ലല്ലോ. അപ്പോൾ രാവിലത്തെ അപ്പം തന്നെ ഞാൻ ഒന്നുകൂടെ കഴിച്ചിട്ടാണ് കേട്ടോ പോയത്. പിന്നെ ബൈ സ്കൂട്ടിയാണ് എന്നെ കൊണ്ടാക്കിയത്. എനിക്കെന്തോ കംഫർട്ടബിൾ 2-വീലറാണ് കേട്ടോ. സൂക്ഷിച്ചിരിക്കുക, പക്ഷേ ഭയങ്കര കംഫർട്ടബിളാണ്. അപ്പം ഇതിൻ്റെ ഒരു മേക്കപ്പ് വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഏകദേശം കവറായിട്ടുണ്ട്. ഹെയറിൻ്റെ പ്രെപ്പൊക്കെ കഴിഞ്ഞു, എൻ്റെ ഫേസിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അങ്ങനെ ഞാനിപ്പം വീട്ടിലേക്ക് വന്നതല്ല കേട്ടോ. ഇത് ഞാൻ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഹസ്ബൻഡൊക്കെ ആയിട്ട് റെഡി ആയിട്ട് ഷൂട്ടിന് വേണ്ടി പോകുന്നതാണ്. അപ്പോൾ യൂബർ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആഴിമല ചൊവ്വര ബീച്ചിലായിരുന്നു നമുക്ക് ഷൂട്ട്. അപ്പം ആഴിമലയുടെ സൈഡിലിറങ്ങി ആ ഒരു സ്റ്റാച്ചു ഒക്കെ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഷൂട്ടിൻ്റെ സ്ഥലത്തേക്ക് പോയി. ആക്ച്വലി നമുക്ക് ബീച്ച് കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കരമായിട്ട് പാടുപെട്ടു. കാരണം ആഴിമല ക്ഷേത്രമായിട്ട് ബീച്ചും തമ്മിൽ, ചൊവ്വര ബീച്ചും തമ്മിൽ നല്ല ദൂരമുണ്ട്. പക്ഷെ അത് നമുക്കറിയത്തില്ലായിരുന്നു. പിന്നെ നമ്മൾ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വന്നാണ് പിക്ക് ചെയ്ത് കൊണ്ടുപോയത്. പിന്നെ സ്ഥലത്തെത്തി പെട്ടെന്ന് തന്നെ ഷൂട്ടും സ്റ്റാർട്ട് ചെയ്തു. നല്ല മഴക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഷൂട്ട് കുളമായി എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. പക്ഷേ എന്തോ ഒരു ദൈവകാരുണ്യം എന്നല്ലാതെ എന്താണ് പറയാനുള്ളത്. ഇപ്പം നമുക്ക് ഷൂട്ട് ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. കാരണം നമ്മുടെ വീടിരിക്കുന്ന ഭാഗത്തോട്ടൊക്കെ നല്ല മഴയും കാര്യങ്ങളായിരുന്നു. ബീച്ച് സൈഡിൽ നമ്മൾ എത്താറായപ്പോഴും നല്ല രീതിയിൽ കാറിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ മഴയൊക്കെ പെയ്തപ്പോൾ കുളമായി എന്ന് തന്നെ വിചാരിച്ചു. പക്ഷെ പെട്ടെന്നൊരു വെയിൽ വന്നു. വെയിൽ കൂടി, എന്നാലും പ്രശ്നമില്ലാന്ന് വിചാരിച്ച് മഴ പെയ്യാറായപ്പോഴത്തേക്കും നമ്മുടെ എന്ത് പറയാനാണ്, വെട്ടം പോകുന്നതിന് മുന്നേ ഫോട്ടോ എടുക്കുകയും വേണം. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് നമുക്ക് എന്ത് പറയാനാണ്, ഷൂട്ട് നമുക്ക് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഹസ്ബൻഡിനും ലീവില്ല. നമ്മൾ അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് കണ്ടുപിടിച്ചൊരു ദിവസം മഴ കൊണ്ടുപോയാൽ എന്ത് ചെയ്യാൻ പറ്റും. എനിവേ കുറച്ച് ടെൻഷൻ അടിച്ചെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചതിനേക്കാളും ഭംഗിയായിട്ട് എൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇനി ഷൂട്ടിൻ്റെ സമയത്ത് നമ്മൾ വീഡിയോസ് ആൻഡ് ഫോട്ടോസൊക്കെ എടുത്തത് ഇതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഇനി നമ്മുടെ കുറച്ച് ഷൂട്ടിൻ്റെ മൊമെൻറ്റ്സ് ഒക്കെ ഒന്ന് കാണും. ഞാൻ അത്യാവശ്യം പ്രോപ്പർട്ടീസൊക്കെ കൊണ്ടുപോയി അതൊക്കെ യൂസ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്തു. ഏകദേശം ഒരു 2.5-3 മണിക്കൂറിൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ ബേബി അതനുസരിച്ച് നമ്മളോടൊപ്പം കോപ്പറേറ്റ് ചെയ്ത് നിന്നു എന്നുള്ളത് അത് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്ത് പറയാനാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഷൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരൂ. അതിനുശേഷം നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം.
ഷൂട്ടിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കല്യാണത്തിന് മുന്നേ ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ട്, എൻഗേജ്മെൻറ്റിന് മുമ്പേ ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ എൻ്റെ ഹസ്ബൻഡ് നല്ല ആക്റ്റീവായിട്ട് നിന്നിട്ടുണ്ട്. എന്നാലും എന്ത് പറയാനാണ്, ഇതിൽ കുറച്ചുകൂടെ നല്ല ആക്റ്റീവ് ആൻഡ് കോപ്പറേറ്റിംഗ് ആൻഡ് പാർട്ടിസിപ്പേറ്റിംഗ് ആയിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ പറ്റില്ല. അതിൻ്റെ ഔട്ട് വരുന്ന സമയത്ത് എന്താ പറയാനാണ് അത് മനസ്സിലാവും. ഒരു കാര്യവും ഒന്നും പറഞ്ഞിട്ട് ഇല്ല പറ്റത്തില്ല വേണ്ട ഒന്നും പറഞ്ഞില്ല. പുള്ളിക്കാരൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തു, നല്ലതായിട്ട് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഔട്ടൊക്കെ കിട്ടാനായിട്ട് ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മുടെ ഷൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തായാലും ക്യൂട്ട് പ്ലസിലെ മേക്കപ്പ് കൊള്ളാം. ഇത്രയും നേരം വെയിലത്ത് ഷൂട്ട് എടുത്തിട്ടും അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. ഷൂട്ടൊക്കെ കഴിഞ്ഞ് ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എൻ്റെ ചേട്ടൻ ഡാൻസ് ഒക്കെ കളിച്ച് നോക്കാം. തിരിച്ചു വന്ന കാര്യമൊന്നും പറയേണ്ട, അതൊരു അഡ്വഞ്ചറസ് യാത്രയായിരുന്നു. കാരണം വണ്ടി കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ അവിടെ നിന്ന്. അതുകൊണ്ട് സ്വന്തം വണ്ടി ഇല്ലാത്തവർ അവിടെ പോകാതിരിക്കുന്നതാണ് വളരെ നല്ലത്. ഓക്കെ, നമുക്ക് അല്ലെങ്കിൽ നമ്മളൊരു വണ്ടി പിടിച്ച് പോകണം, അവിടെ നിർത്തി അങ്ങനെ പോകണം. അല്ലാതെ നമ്മൾക്ക് വണ്ടി പിടിച്ച് തിരിച്ച് വരാം. യൂബർ അങ്ങനെ ക്യാബ് അങ്ങനെ ഒന്നും കിട്ടില്ല, അവൈലബിലിറ്റി ഭയങ്കര കുറവാണ്. പിന്നെ നമ്മൾ എങ്ങനെയോ തമ്പാനൂർ ഹൈലാൻഡ് ഹോട്ടലിൽ വരെ എത്തിപ്പെട്ടു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു, മാക്സിമം ക്വാണ്ടിറ്റിയിൽ ഓർഡർ ചെയ്ത് കഴിച്ചു കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. എവിടെയൊക്കെ കഴിക്കാൻ പോകണമെന്ന് വിചാരിച്ചിരുന്നാലും കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ വന്ന് എത്തിപ്പെടും കേട്ടോ. അത് നമുക്ക് എന്തോ അങ്ങനെ ഒരു രീതിയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. അവിടെ എത്തിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഒന്ന് ജീവൻ തിരിച്ച് കിട്ടിയത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവിടെ നിന്ന് വണ്ടി കിട്ടാൻ ഭയങ്കര പണപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചു. പക്ഷെ എന്തോ പെട്ടെന്ന് വണ്ടി കിട്ടി. അങ്ങനെ നമ്മുടെ ഔട്ട്ഡോർ ഷൂട്ടൊക്കെ കഴിഞ്ഞു. വീട്ടിൽ വന്ന് ഞാൻ ഫ്രഷായി, മേക്കപ്പ് എല്ലാം തുടച്ച് കളഞ്ഞിട്ടുണ്ട്. ഹെയർ ചെയ്തതിൻ്റെ ആ സെറ്റിംഗ് സ്പ്രേ ഇപ്പോഴും ഉണ്ട്. അത് ഇനി ഫ്രഷായി കഴിഞ്ഞാലേ മാറത്തുള്ളൂ. അപ്പം അത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതിന് മുന്നേ നമുക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് ചോദിച്ചു നോക്കാം. എങ്ങനെയായിരുന്നു മെറ്റേണിറ്റി ഷൂട്ടിൻ്റെ എക്സ്പീരിയൻസ് എന്ന് നമുക്ക് എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു നോക്കാം. മെറ്റേണിറ്റി ഷൂട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എന്താണ് എക്സ്പീരിയൻസ്? കൊള്ളാം, സൂപ്പറായിരുന്നു. ബേബി വരാൻ പോണോണ്ട് അടിപൊളിയായിരുന്നു. ഗുഡ് ബോയ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ചിലതൻ ടേക്ക് കെയർ, ബൈ.